നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുവള്ളൂർ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ക്ഷേമനിധിയും മറ്റും ആനുകൂല്യങ്ങളും വാങ്ങിക്കുന്നവർ എത്രയും പെട്ടെന്ന് അക്ഷയയിൽ പോയി ആധാറുമായിട്ട് പോയി അവിടെ ബയോമെട്രിക് KYC കംപ്ലീറ്റ് ചെയ്യണം. ഒരു ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്നാണ് സർക്കാരിൻ്റെ ഓർഡർ. ഇത് ആധാറുമായിട്ട് പോയി ചെയ്യണം. മുമ്പ് ചെയ്തവർ ഇത് കറക്റ്റായിട്ട് ചെയ്തോ എന്ന് വെരിഫൈ ചെയ്യുകയും വേണം. ഏത് സമയത്ത് ഏത് ഡേറ്റിലൊക്കെ ചെയ്തെന്നൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്താൽ നല്ലതാണ്. സർക്കാർ ഇങ്ങനെ ഓർഡർ ഇറക്കിയത് യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ബയോമെട്രിക് KYC കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. രോഗികളാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ പോകണ്ട. അവർ വാർഡ് മെമ്പറെയോ മറ്റ് ജനപ്രതിനിധികളെയോ പഞ്ചായത്തിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പറഞ്ഞ് അവർക്ക് അവൻ്റെ മൊബൈലും ലൊക്കേഷനും ഒക്കെ പറഞ്ഞു കൊടുത്താൽ അവർ വീട്ടിൽ വന്ന് അതിൻ്റെ ബയോമെട്രിക് KYC അവർ കംപ്ലീറ്റ് ചെയ്തു തരും. ഇവിടെ നിന്നും സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനും സാമൂഹിക സുരക്ഷാ പെൻഷനും കിട്ടണമെങ്കിൽ ഈ മസ്റ്ററിങ് അത്യന്താപേക്ഷിതമായൊരു ഘടകം തന്നെയാണ്. കൂടാതെ കുടിശ്ശികയെല്ലാം ഇപ്പോൾ സർക്കാർ കൊടുക്കണമെങ്കിൽ ഈ മസ്റ്ററിങ് കമ്പൽസറി ആയിരിക്കണം. അതുപോലെ ഈ ക്ഷേമ പെൻഷനുകൾ വർദ്ധിക്കുന്നതിനും ഈ മസ്റ്ററിങ് വളരെ അത്യന്താപേക്ഷിതമായ ഘടകം തന്നെയാണ്. അതുപോലെ ജൂലൈ മിക്ക ആൾക്കാർക്കും ക്ഷേമ പെൻഷനുകൾ കിട്ടാത്തവർ അത് പഞ്ചായത്തിലോ മറ്റ് ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചു ചോദിക്കുന്നതും ഏറ്റവും നല്ലതാണ്. കൂടാതെ ഈ കിടപ്പ് രോഗികൾ കൊണ്ടുവരുന്നവർക്ക് അവർ കിട്ടാത്തവർക്കും ബാങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതാണ്. അവരെല്ലാം ഫോൺ നമ്പർ കഴിവതും സൂക്ഷിച്ച് വെക്കുക. അതുപോലെ റേഷൻ കാർഡ് വഴി വിതരണം ചെയ്യുന്ന ഓണം സ്പെഷ്യൽ അരി വെള്ളക്കാർഡിന് 15 കിലോ 10 രൂപ 90 പൈസയും മറ്റേ നീലക്കാർഡിന് 10 കിലോ 10 രൂപ 90 പൈസയും ഉടനെ അത് വിതരണം ചെയ്യും റേഷൻ കാർഡ് വഴി. കൂടാതെ മഞ്ഞക്കാർഡിനും BPL കാർഡിനും സൗജന്യ അരിയാണ്. കൂടാതെ ഓണം അടിപൊളിയാക്കാൻ സപ്ലൈകോ വഴി കിറ്റുകൾ വിതരണം 1000 രൂപയുടെയും 500-ൻ്റെയും മറ്റും കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. സമൃദ്ധി കിറ്റ് 1000-ൻ്റെയും മറ്റ് സിഗ്നേച്ചർ കിറ്റും അങ്ങനെ കിറ്റുകൾ വഴി വിപണിയെ പിടിച്ചു നിർത്തുവാൻ സർക്കാർ വളരെയധികം ശ്രമിക്കുകയാണ്. പിന്നെ 1000-ൻ്റെയും 500-ൻ്റെയും ഗിഫ്റ്റ് കാർഡുകളും കിട്ടും. ഗിഫ്റ്റ് കാർഡുകൾ വാങ്ങിച്ച് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തിട്ട് അവർക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം. വിപണിയെ അപേക്ഷിച്ച് സബ്സിഡി നിരക്കിലാണ് അവിടെ സാധനങ്ങൾ കിട്ടുന്നത്. ഇങ്ങനെ ആധാറൊക്കെ വെരിഫൈ ചെയ്ത് നമുക്ക് അർഹപ്പെട്ട പെൻഷനാണെന്നോ നമുക്ക് സ്വന്തമാക്കാം. ചിലവരാണെങ്കിൽ മരിച്ചവരുടെ പേരിലും പെൻഷൻ വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാർ കൂടെ ഇങ്ങനെ ഈ മസ്റ്ററിങ് നടപ്പിലാക്കുന്നത്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നതിന് വളരെ നന്ദി. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും